മിഥുൻ വിജയകുമാർ ജൂൺ 12 മുതൽ രാജ്യത്ത് റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തത് എൻഡിഎക്ക് കീഴിലുള്ള 4 പരീക്ഷകളാണ്. നീറ്റിൽ കണ്ടത് സമാനതകളില്ലാത്ത ക്രമക്കേടും. മൂന്നാം എൻഡിഎ സർക്കാർ അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കകമാണ് ഇത്തരം ആരോപണവും വലിയ വീഴ്ചയുമൊക്കെ സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അതൊരു തുടർക്കഥയായി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു തുടർച്ചയായ സംഭവങ്ങൾ. നോക്കൂ, ഉത്തരവാദിത്തം എൻഡിഎയുടെ തലയിൽ കെട്ടിവെച്ച കേന്ദ്ര സർക്കാരിനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇത്ര വേഗം ഒഴിഞ്ഞു മാറാനാകുമോ? നോക്കൂ, എൻഡിഎ ഒരു ഓട്ടോണോമസ് ഫംഗ്ഷനാണ്. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ആണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ശരിയാണ്, ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ ഒരിക്കലും പാടില്ല. ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അതിലൊരിക്കലും നമുക്ക് ഈ രാഷ്ട്രീയപരമായ ന്യായീകരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് സ്റ്റുഡൻസിൻ്റെ ലൈഫിനെ സംബന്ധിച്ച വിഷയമാണ്. ഇതിൽ എന്താ പറയുക, വലിയൊരു പാളിച്ച സംഭവിച്ചു എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ പറ്റിയ തെറ്റുകൾ എല്ലാം തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണ്, എന്താണ് അവർക്കുണ്ടായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചോദ്യപേപ്പർ ആയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നത് അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ളൊരു നടപടിയാണ്. മറ്റേ താങ്കൾ ഈ പറഞ്ഞ എക്സാമിനേഷനൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിന് തന്നെ സംശയം തോന്നിയിട്ട് അവിടെ ഒരു പ്രൊആക്റ്റീവ് നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കാര്യങ്ങൾ കൂടുതൽ എന്താ പറയുക, അതിൻ്റെ ഡെപ്തിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ആകുമ്പോൾ നമുക്കിതിനെ പൊളിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ വസുധ? പക്ഷേ മിഥുൻ, നോക്കൂ, നമ്മളിതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല. പക്ഷേ ഇതിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നമുണ്ടല്ലോ. മിഥുൻ പറഞ്ഞതുപോലെ ഈ സംഭവം, ഈ നീറ്റുമായി ബന്ധപ്പെട്ട സംഭവം പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് അതിന് പിന്നാലെ ഇത്രയേറെ പരീക്ഷകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നെറ്റ് പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യം മിഥുൻ ഓർമ്മയുണ്ടല്ലോ. പരീക്ഷ നടന്ന മണിക്കൂറുകൾക്കകം അത് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതിയവരോ മറ്റാരുമോ ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപേ വീഴ്ചയുണ്ടായി എന്ന് എൻഡിഎ കണ്ടെത്തുകയും ആ പരീക്ഷ റദ്ദാക്കുകയുമായിരുന്നു. പക്ഷേ ഇത്ര വലിയ ആരോപണവും പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ള തെളിവുകളും പുറത്തു വന്നിട്ടും നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ ആ ജാഗ്രത കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അഡ്മിഷൻ നടക്കാൻ പോകുന്നത് ആക്ഷേപമുള്ള ആ പട്ടികയിൽ നിന്നുമാണ്. മിഥുൻ, അതിലൊരു പ്രശ്നമില്ലേ? നോക്കൂ, 1563 കുട്ടികളുടെ കാര്യമാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിൽ അതിൽ കൃത്യമായൊരു സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകിൽ അവർക്ക് ഒറിജിനൽ മാർക്സുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഒരു റീ എക്സാമിന് വേണമെങ്കിൽ അപ്പിയർ ആവാം. ഈ 2 ചോയ്സസ് ഉണ്ട്. അപ്പം അവിടെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം എന്ന നമ്പറിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ഒതുങ്ങി നിൽക്കുന്നത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കാനാകുമോ മിഥുൻ? ഈ പറയുന്ന കണക്ക് അത് ചില സാങ്കല്പികമായി മിഥുൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ മാത്രമുള്ള നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ല, നീറ്റ് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അസിത, അതിൽ 2 ഇഷ്യൂസാണ് മെയിൻലി ഉള്ളത്. ഒന്ന് 1563 കുട്ടികളുടെ ഗ്രേസ് മാർക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. മറ്റൊന്ന് ചോദ്യപേപ്പർ ലീക്കായി എന്ന് പല സെൻറ്റേഴ്സിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മറ്റൊരു ഇഷ്യൂ. അപ്പോൾ ഈ 2 ഇഷ്യൂസിനെയും കൂടെ നമ്മൾ കൂട്ടിക്കലർത്തി നോക്കേണ്ട ആവശ്യമില്ല. ഒന്നിൽ സംഭവിച്ച എന്താണ്, അവിടെ ഗ്രേസ് മാർക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു മാർക്സിൻ്റെ ഈ സ്കോറിങ്ങുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ സംഭവിച്ചു. അവിടെ കുറേ കുട്ടികൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വലിയ ക്രമക്കേട് തന്നെയാണ്, അതല്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അതൊരു വലിയ ടെക്നിക്കൽ ഗ്ലിച്ചാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എൻഡിഎ വളരെ വിശദമായി തരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ പലതവണ ചർച്ച ചെയ്ത് പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2 വിഷയങ്ങളിലും നമുക്കിപ്പോൾ നോക്കേണ്ടത് ഇവിടെ ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ടോ എന്ന ഒരു കാര്യത്തിലേക്ക് കൂടുതൽ അന്വേഷണം പോകുമ്പം അവിടെ പല ബന്ധങ്ങളും പുറത്തേക്ക് വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം RJDയുമായുള്ള ഈ ചോദ്യപേപ്പർ വിഷയത്തിലെ ഒരു മുഖ്യപ്രതിയുടെ ബന്ധമുണ്ടെന്നുള്ള കാര്യമാണ് അതിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് തേജസ്വി യാദവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണം പ്രോഗ്രസ് ആവട്ടെ. അതിൻ്റെ എന്താ പറയുക, അന്വേഷണം അതിൻ്റെ പൂർത്തിയിലെത്തിയിട്ടല്ലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തി പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സമയത്ത് ശരിയാണ്, ഇത്രയും കുട്ടികളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വലിയ സംഭവം തന്നെ നടന്നു. അതിലൊരിക്കലും നമുക്കൊരു ന്യായീകരണം ഇല്ല. അപ്പോൾ ഇങ്ങനൊരു ഓട്ടോണമസ് ബോഡിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായെങ്കിൽ അതൊരു ഹൈ ലെവൽ കമ്മിറ്റി അതിന് രൂപീകരിക്കപ്പെട്ടു, അവരന്വേഷിക്കുന്നുണ്ട്. അവർ ആ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് 2 മാസം കൊണ്ട് ഫയൽ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പാളിച്ച സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്കിതിൽ ആർക്ക് നേരെ എന്താ പറയുക, ആരാണ് ഇതിൽ ശരിക്കുള്ള കുറ്റക്കാർ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ.